ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ CET കോംപ്രിഹെൻസീവ് എക്സാം അതിൻ്റെ 2019 സ്കീമിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മോഡ്യൂൾ 1-നകത്ത് നമുക്ക് ആദ്യം വരുന്നത് ഹൂക്സ് ലേ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഹൂക്സ് ലോ എന്ന് പറയുന്നത് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കണേ. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് നമ്മുടെ ഹൂക്സ് ലോ. ഓക്കെ, പക്ഷേ ഇത് ഒരു ലിമിറ്റ് വരെയേ ഈ ഹൂക്സ് ലോ വരത്തുള്ളൂ. അതായത് ഹൂക്സ് ലോ ഇസ് വാലിഡ് അപ് ടു പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണലിറ്റി ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. അവർ ഓപ്ഷൻസിനകത്ത് ലിമിറ്റ് കുറേ ലിമിറ്റ് ഇല്ലേ, എലാസ്റ്റിക് ലിമിറ്റ്, ഈൽഡ് ലിമിറ്റ്, അതുപോലത്തെ അവർ പറയും. അപ്പോൾ ഏത് വരെയാണ് നമുക്ക് ഈ ഹൂക്സ് ലോ വാലിഡ് ആണെന്ന് വെച്ചാൽ ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെയാണ് ഈ ഹൂക്സ് ലോ വാലിഡ് ആകുന്നത്. ഓക്കെ, അത് എന്താണുള്ളത് ഞാൻ പറയാം. അതായത് when a material behaves elastically and exhibits a linear relationship between stress and strain, it is linearly elastic. For such material, the stress is directly proportional to strain ആണ്. ആ ലീനിയർ റിലേഷൻഷിപ്പ് വരുന്നതിനുള്ളത് അവർ പറയുന്നില്ലേ, അത് വരെയിലാണ് ഹൂക്സ് ലോ വാലിഡ് ആകും. അത് കഴിയുമ്പോൾ ഹൂക്സ് ലോ വാലിഡ് ആകത്തില്ല. ഓക്കെ, യങ്സ് മോഡുലസ് ഇവിടെ എങ്ങനെ യങ്സ് മോഡുലസ് വന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിനിന് അറിയാം. അപ്പോൾ ആ പ്രൊപ്പോർഷണലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻ ടു സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇത് അല്ല, ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുന്നത്. ദിസ് ഇസ് നോട്ട് ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് എന്തുവായിരിക്കും? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ കോൺസെപ്റ്റാണ്. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ, ഇങ്ങനെയാണ് അവർ സിലബസിനകത്ത് അവർ തന്നിട്ടുള്ളത്. അപ്പം സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് മൈൽഡ് സ്റ്റീലിന് വേണ്ടി മാത്രമുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ലാബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാനുള്ളത് ഒരു പോയിൻ്റാണ്. ഓക്കെ, അതായത് ABCDEF ഇങ്ങനെ ഒരു 5 പോയിൻ്റ് ഉണ്ട്. ഈ A പോയിൻ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണലിറ്റി ആണ്. ഓക്കെ, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണലിറ്റി, അതാണ് A പോയിൻ്റ്. ഓക്കെ, ഇതുവരെയിലാണ് നമ്മുടെ ഹൂക്സ് ലോ വാലിഡ് അപ് ടു ദിസ് ലിമിറ്റ്. അതായത് ഇതാണ് O. ഓക്കെ, OAங்கிற ഈ പോയിന്റിലെയാണ് ഹൂക്സ് ലോ വാലിഡ് ആകുന്നത്. ദാറ്റ് ഇസ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് B പോയിന്റ് ആണ്. ഈ B പോയിന്റ് എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഓക്കെ, എലാസ്റ്റിക് ലിമിറ്റ് ഈ പോയിന്റിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അപ് ടു ദിസ് പോയിന്റ് ദർ ഇസ് നോ പെർമനൻറ്റ് ഡിഫർമേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ലോഡ്. അതായത് ലോഡ് റിമൂവ് ചെയ്താലും ദർ വോണ്ട് ബി എനി ഡിഫർമേഷൻ. ഡിഫർമേഷൻ എന്ന് പറയുന്നത് ലെങ്തിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. അതാണ് ഈ പോയിന്റ്. അപ് ടു ഈ പോയിന്റ്, ദാറ്റ് ഈസ് യുവർ എലാസ്റ്റിക് പോയിന്റ്. ഓക്കെ, അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് C പോയിന്റ് ആണ്. ഈ C പോയിന്റ് എന്ന് പറയുന്നത് ഈൽഡ് പോയിന്റ് ആണ്. ഓക്കെ, ഈൽഡ് പോയിന്റ് ആണ്. ഈ ഈൽഡ് പോയിന്റിനകത്ത് പ്രത്യേകിച്ച് എന്തുവാണെന്ന് വെച്ചാൽ ഇത് എലാസ്റ്റിക് ലിമിറ്റിന് അടുത്ത് വരുന്ന പോയിന്റ് ആണ്. ഈ പോയിന്റിനകത്ത് സ്പെസിമെൻ അണ്ടർഗോസ് ആൻ അപ്രീഷ്യബിൾ ഇൻക്രീസ് ഇൻ ലെങ്ത് വിതൗട്ട് ഫർദർ ഇൻക്രീസ് ഇൻ ദ ലോഡ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിലും, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലെങ്ത് ഇച്ചിരി നീളം കൂടും. ഓക്കെ, അത് പൊട്ടാൻ ഉള്ള രീതിയിൽ അതിൻ്റെ ലെങ്ത് ഇച്ചിരി ഇൻക്രീസ് ആകും. എലാസ്റ്റിക് ലിമിറ്റിനകത്ത് ലെങ്ത് ഇൻക്രീസ് ആകത്തില്ല. ഈൽഡ് ലിമിറ്റിനകത്ത് ലോഡ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ലെങ്ത് ഇൻക്രീസ് ആകാൻ തുടങ്ങും. അതാണ് ഈൽഡ് ലിമിറ്റ്, ഈൽഡ് പോയിന്റ് ആണ്. ഈ ഈൽഡ് പോയിന്റിനകത്ത് നമുക്ക് അപ്പർ ഈൽഡ് പോയിന്റും ലോവർ ഈൽഡ് പോയിന്റും ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് D പോയിന്റ് ആണ്. ഈ D പോയിന്റ് ആണ് സ്ട്രെയിൻ ഹാർഡനിങ് സ്റ്റാർട്ട് ആകുന്നത്.
ഓക്കെ, ഈ പോയിന്റിലാണ് നമ്മുടെ ലെങ്ത് ഡിഫർമേഷൻ, ആ ലെങ്ത് ഹാർഡൻ ആകാൻ തുടങ്ങും ഈ പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് പോയിന്റ് ആണ് ഈ പോയിന്റ്. അടുത്ത എഫ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിന്റ് ആണ്. ഓക്കെ, ഫ്രാക്ചർ പോയിന്റ് ആണ് എഫ് പോയിന്റ്, അല്ലെങ്കിൽ റപ്ചർ സ്ട്രെങ്ത് ഈ എഫ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ഫെയിലിയർ പോയിന്റ് എഫ് ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെയാണ് നമ്മൾ റപ്ചർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എ ബി സി ഡി ഇ എഫ് ആണ്. ഒ എ ആണ് നമ്മുടെ ഹൂക്സ് ലോ വാലിഡ് ആകുന്നത്. ദാറ്റ് ഈസ് യുവർ ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണലിറ്റി അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഇത് എപ്പോഴും എല്ലാ കോഴ്സ്, അതായത് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിനകത്ത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൂക്സ് ലോ ഈസ് വാലിഡ് അപ് ടു ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണലിറ്റി ആണോ, എലാസ്റ്റിക് ലിമിറ്റ് ആണോ, ഈൽഡ് പോയിന്റ് ആണോ, അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട. ഈൽഡ് ദിസ് വൺ ഇസ് ലിമിറ്റ്. ഏത് ലിമിറ്റ് ആണ്? പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഓക്കെ, അപ്പം അടുത്ത ഇതിൽ ഇത് എന്തുവാണെന്ന് വെച്ചാൽ, അടുത്ത ടോപ്പിക് എന്തുവാണെന്ന് വെച്ചാൽ എലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് പ്രത്യേകിച്ച് നമുക്ക് 4 എണ്ണം ഉണ്ട് അല്ലേ? 4 എലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, യങ്സ് മോഡുലസ്, ഒന്നൊന്നും കൂടി പോയ്സൺ റേഷ്യോ. ഇതാണ് 4 എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. പക്ഷേ നമ്മൾ എപ്പോഴും എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, യങ്സ് മോഡുലസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇത് എങ്ങനെ നമുക്ക് KGE, നമുക്ക് KGF പടം അറിയാലോ, KGF. അപ്പോൾ ഈ എഫിന് പകരം നമ്മളിവിടെ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം K ഇസ് ദ ബൾക്ക് മോഡുലസ്, G ഇസ് ദ ഷിയർ മോഡുലസ് ആൻഡ് E ഇസ് ദ യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പം KGF അല്ല KGE ആണ്. ഓക്കെ, അപ്പോൾ ഈ K എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്. ഈ ബൾക്ക് മോഡുലസ് എന്തുവാ? ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. K ഇസ് ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. ഷിയർ മോഡുലസ് G എന്ന് പറയുന്നത്, ഷിയർ മോഡുലസിന് വേറൊരു പേരുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയും. ഓക്കെ, ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതിൻ്റെ ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയറിന് ഇങ്ങനെ വന്നതുകൊണ്ട് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ നോർമൽ സ്ട്രെയിൻ. അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പം ഇനി എലാസ്റ്റിക് കോൺസ്റ്റൻറ്റിന് ചോദിച്ചാൽ നമുക്ക് എന്താ? KGF അല്ല, E ആണ്. ഓക്കെ, KGE ആണ്. K എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്. അൽഫബറ്റിക്കൽ ഓർഡറിൽ ഏതാ വരുന്നത്? B. A കഴിഞ്ഞിട്ട് B അല്ലേ വരുന്നത്. അപ്പോൾ ഇത് ബൾക്ക് മോഡുലസ്, G എന്ന് പറയുന്നത് ഷിയർ മോഡുലസ്, E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർക്കണം. ഇനി അടുത്തുള്ളത് ഈ എല്ലാ കോൺസ്റ്റൻറ്റ് ഫോർമുലയിലും നിങ്ങൾക്ക് ഈ മ്യൂന്ന് ഒരു സംഭവമുണ്ട് അല്ലേ? ഈ മ്യൂന്ന് പറയുന്നത് എന്തുവാ? പോയ്സൺസ് റേഷ്യോ. ഈ പോയ്സൺസ് റേഷ്യോ എന്തുവാ? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം ഇതിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത് സ്ട്രെയിൻ ആണെന്ന് നമുക്കറിയാം, പക്ഷേ ലോങ്കിറ്റ്യൂഡിനൽ ഡിവൈഡ് ബൈ ലാറ്ററൽ ആണോ അല്ലെങ്കിൽ ലാറ്ററൽ ഡിവൈഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ ആണോ എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്ക് പറയാം. നമുക്ക് അൽഫബറ്റിക്കൽ ഓർഡറിനകത്ത് A അല്ലേ വരുന്നത്. അപ്പോൾ ആദ്യം ലാറ്ററൽ ആണ്. ഓക്കെ, ലാറ്ററൽ ഡിവൈഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇത് സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു ലാറ്ററൽ ഡിവൈഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിന് എന്തുവാ? ഇതിന് നോ യൂണിറ്റ്. ഓക്കെ, ഇതിന് നോ യൂണിറ്റ് ആണ്. നോ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 0.5 ആണ്. ഓക്കെ, 0 0.5 വരെ കാണും. കോർക്കിനകത്ത് വാല്യൂ 0 ആണ്.
പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ബോഡി ആണെങ്കിൽ ഇത് 0.5 ആണ്. ഓക്കെ, അപ്പം ഇത് എല്ലാத்தைയും കണക്ട് ചെയ്യുന്ന നമ്മുടെ റിലേഷൻസ് എലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൻ്റെ കുറേ പ്രോബ്ലംസിനകത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യനകത്ത് അവർ ഈക്വേഷൻ ഇത് ഏതാ കറക്റ്റ് ഈക്വേഷൻ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ ഫോർമുലാസ് മൊത്തം നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കെയും ഇയും തമ്മിൽ റിലേറ്റ് ചെയ്യാം. കെ, ഇ ആൻഡ് മ്യൂ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുക, കെ ജി ഇ മ്യൂ. ഓക്കെ, ഇപ്പോൾ കെയും ഇയും മ്യൂ ആണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ എത്രാമതാ ഈ കെനകത്ത് കെ 1 2 3 ആണ്. അപ്പം ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. 3 വന്നു, 1 വന്നു, അടുത്തുള്ളത് 2. അപ്പോൾ 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ഓക്കെ, പിന്നെ അടുത്ത് ജി എടുക്കണം. ജി ഇ മ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഏതാ ജി? സെക്കൻഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 2g. ഓക്കെ, 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഇപ്പം ഈ കോൺസ്റ്റൻസ് ഒക്കെ എങ്ങനെ നമ്മൾ ഓർത്ത് വെക്കണമെന്നുള്ള ഒരു ട്രിക്ക് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ആദ്യം കെയും ഇയും മ്യൂ ആണ് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, കെയും ഇയും മ്യൂ ആണ്. ഈ ഇയിലിരുന്ന് കെയിൻ്റെ പൊസിഷൻ എന്തുവാ? 1 2 3 തേർഡ് പൊസിഷനാണ്. അപ്പം 3k. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു 3k. ഈ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് 1 എന്തായാലും എഴുതണം. ഓക്കെ, മൈനസ് ഇത് തൊളൈദൂരത്തിൽ ഉള്ളത് കൊണ്ട്, അതായത് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ മൈനസിന് ഇട്ടിട്ട് 2 മ്യൂ. ഓക്കെ, ഇത് വന്ന് കെ ഇ മ്യൂ എന്നുള്ള റിലേഷനാണ്. ഇനി അടുത്ത് ജി ഇ മ്യൂ എന്നുള്ള റിലേഷൻ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഇതിനെല്ലാം തൊട്ടടുത്തായിരിക്കുന്നത്. ഓക്കെ, എല്ലാം ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം ഇയും ജിയും 1 2 ആണ്. അപ്പോൾ 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ ആണ്. ഓക്കെ, ഈ കെ ഇയും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ആദ്യമേ 3 തുടങ്ങുന്നത്. അപ്പോൾ 2 വരേണ്ടേ, അതുകൊണ്ടാണ് 2 മ്യൂന്ന് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് ഇറ്റ്സ് വെരി ഫോർ അവേ ഫ്രം ഇ, ദാറ്റ്സ് വൈ വി ആർ പുട്ടിങ് മൈനസ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ജി ഇ മ്യൂ എല്ലാം ഒരുമിച്ച് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് 2g ഇൻറ്റു 1 പ്ലസ് മ്യൂന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എളുപ്പത്തിൽ ഓർത്തെടുക്കാലോ. അപ്പം ഇ ഈസ് ഈക്വൽ ടു ഇത് ഇറ്റ്സ് വെരി ഫോർ അവേ, ദാറ്റ്സ് വൈ ഇത് 1 2 3 തേർഡ് പൊസിഷനാണ്. അപ്പോൾ 3k ഇൻറ്റു 1 മൈനസ് 1 3 ആണ് ഉള്ളത്, 2 ഇല്ലാത്തത് കൊണ്ട് 2 മ്യൂന്ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. അപ്പം ഇത് ഏതിൻ്റെ റിലേഷനാണ്? യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പം ഷിയർ മോഡുലസും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? എല്ലാം തൊട്ടടുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ജി സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഓക്കെ, പിന്നെ ഇത് എല്ലാം കൂടി ചേർത്തിട്ടുള്ള റിലേഷൻ 9kg ഡിവൈഡഡ് ബൈ 3k പ്ലസ് ജി. ഓക്കെ, 9kg ഡിവൈഡഡ് ബൈ 3k പ്ലസ് ജി. പിന്നെ മ്യൂ ഇസ് ഈക്വൽ ടു 3k മൈനസ് 2g ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2g. ഈ 2g കോമൺ ആണ്. ഓക്കെ, ഈ 2g കോമൺ ആണ്. 3 ഇൻറ്റു 2 ആണ് കീഴെ 6 വരുന്നത്. 3k മൈനസ് 2g, 3k മൈനസ് 2g ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈ ചെയ്ത് 6k പ്ലസ് 2g ഇങ്ങനെ ഇടുക. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. നമുക്ക് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, 3k 2g ആൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3k മൈനസ് 2g ഡിവൈഡഡ് ബൈ
ഇവിടെ മൈനസ്, അതുകൊണ്ട് താഴെ ഒരു പ്ലസ് ഇട്ടിട്ട് ഈ 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക 6k + 2g. ഇങ്ങനെ ഓർത്തെടുത്താൽ മതി. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റിനകത്ത് സൈൻ കൺവെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സൈൻ കൺവെൻഷൻസിൽ ലെഫ്റ്റ് അപ്പും റൈറ്റ് ഡൗണും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സൈൻ കൺവെൻഷൻസ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും നെഗറ്റീവ് വരുന്നത്. അതായത് ലെഫ്റ്റ് ഡൗണും റൈറ്റ് അപ്പും പോസിറ്റീവ് ആണ്. ഓക്കെ, ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ആണ് പോസിറ്റീവ്. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിനകത്ത് ഇങ്ങനെ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് സാഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. സാഗിങ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഹോഗിങ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. കോൺകേവിറ്റി അപ്വേർഡ്, കോൺവെക്സിവിറ്റി ഡൗൺവേർഡ്. ഓക്കെ, ഇത് ഇങ്ങനെ ഓർത്തെടുത്താലും മതി. ലെഫ്റ്റ് ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും നെഗറ്റീവ് സൈൻ കൺവെൻഷൻ വരുന്നത്. തിയോഡലൈറ്റിനകത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തിയോഡലൈറ്റിനകത്തോ ലെവലിങ്ങിനകത്തോ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂസ് റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഈ സ്ക്രൂസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സ്ക്രൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രൂവും നമ്മൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഓർക്കുന്നുണ്ടോ? അപ്പം റൈറ്റ് ക്ലോക്ക് വൈസ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഡയറക്ഷൻ രണ്ടും സെയിം ആണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? രണ്ടിനും നമ്മൾ ഒരേ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അത് ഏത് ഡയറക്ഷൻ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. സൈൻ കൺവെൻഷൻ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും ഇത്, പോസിറ്റീവിന് എടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പം അടുത്ത് റിലേഷൻ, ഇതും ചോദിക്കുന്നുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ആൻഡ് ദ ലോഡിംഗ് റേറ്റ്. ഓക്കെ, ലോഡിംഗ് റേറ്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ലോഡ്. ds/dx is equal to w. ഓക്കെ, ഈ സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ലോഡിംഗ് ഡൗൺവേർഡ്സിലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒന്ന് ഓർക്കുക. ലോഡിംഗ് റേറ്റ് ഇസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dx. ഓക്കെ, rate of change of bending moment along the length of the beam is equal to shear force. Okay, rate of change of shear force is equal to loading. Rate of change of bending moment along the length is equal to shear force. Okay, പിന്നെ ഉള്ളത് ഇത് ഓർത്ത് വയ്ക്കണം. bending moment will be 0 at the hinges. Okay, bending moment is maximum or minimum when the shear force is 0 or changes its sign at a section. Okay, point of counterflexure, ഇതും important ആണ്. Point of counterflexure is the point where the bending moment changes its sign. Bending moment പ്ലസ് മൈനസ് ഇങ്ങനെ ചേഞ്ച് ആകുന്ന ആ പോയിൻ്റാണ്. ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുമ്പോഴേ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ പോയിൻ്റ് ആയിരിക്കും. ഈ പോയിന്റിലല്ലേ ബെൻഡിങ് മൊമെൻറ്റ് പോസിറ്റീവിലേന്ന് നെഗറ്റീവിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി അടുത്ത് വേറെ ഒരു ടോപ്പിക്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ.